സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് കൗൺസിലറായിട്ടുള്ള തിരുമല അനിലിൻ്റെ ഒരു ആത്മഹത്യയെ പറ്റിയുള്ള കാര്യം അല്ലേ. ആത്മഹത്യ അദ്ദേഹം ചെയ്യാനുണ്ടായ പ്രധാന കാരണം എന്താണ്? ബി ജെ പിയുടെ എല്ലാ പ്രസിഡന്റും അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്, അതായത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരെ കൊന്നതെന്നാണ്. അതായത് അനിലിൻ്റെ ആത്മഹത്യക്ക് പ്രേരിതമായത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഇടപെടലും കമ്മ്യൂണിസ്റ്റിൻ്റെ ഈ പറയുന്ന അവരെ ബുദ്ധിമുട്ടിപ്പിക്കലുകളുമൊക്കെയാണെന്നാണ് രാജാവെന്ന് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളുടെ കൂട്ടമായിട്ടുള്ള BJP-യിൽ ഇരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. എന്ത് വാല്യൂവും എന്ത് ലോജിക്കുമാണ് രാജീവ് ചന്ദ്രശേഖരൻ നിനക്കുള്ളത്? മലയാളത്തിൽ എനിക്ക് സംസാരിക്കാനും അറിയാം, മുണ്ടും മടക്കി കുത്താനും അറിയാം, എല്ലാ തേങ്ങയും അറിയാമെന്ന് പറയുമ്പോഴും ഒരു കാര്യം പോലും നേരെ പറയാൻ പോലും അറിയാത്ത ഞഞ്ഞാ പറയുന്ന നീയാണോ ഈ വലിയൊരു പാഠം പഠിപ്പിക്കാനായിട്ട്, അതായത് മാധ്യമപ്രവർത്തകരെ വലിയൊരു പാഠം പഠിപ്പിക്കാൻ വരുന്നത്? ഈ സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തെ പറ്റിയും സുരേഷ് ഗോപിയുടെ രാജാവ് എന്നുള്ള സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന ആ തോന്നിവാസത്തെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞാണല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതിനെപ്പറ്റി തുടർച്ചയായിട്ട് ചർച്ച ചെയ്തതാണ്. ഇതിന് പിന്നാലെ പുതിയൊരാൾ വന്നിരിക്കുകയാണ്. രാജാവെന്ന് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന, രാഷ്ട്രീയത്തിലിരിക്കുന്ന, വലിയ സാമ്പത്തിക പുരോഗതിയുള്ള, സാമ്പത്തിക ഉന്നമനമുള്ള അല്ലെങ്കിൽ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന രാജാവെന്ന് പറഞ്ഞ് നടക്കുന്ന വേറൊരു വ്യക്തി. ഈ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തതെന്തെന്ന് വെച്ചാൽ തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ കുടുംബത്തിനോടൊപ്പം ദുഃഖത്തിൽ നമ്മൾ അണിചേരുകയാണ്. ആ ഒരു വിയോഗം, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുന്നില്ല, നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു കാണണം. എന്നാൽ എന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ പ്രധാന കാരണം? അദ്ദേഹത്തിൻ്റെ ജീവൻ അറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനോടുകൂടി അദ്ദേഹം എഴുതിയ ഒരു കത്തുണ്ടായിരുന്നു, ആത്മഹത്യാക്കുറിപ്പ്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത്. വായ്പ എടുത്ത BJP പ്രവർത്തകർ പണം തിരിച്ചടച്ചില്ല. കൗൺസിലറിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് കൈരളി TV ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൈരളി TVയോടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റവും കൂടുതൽ ദേഷ്യം. എന്തുകൊണ്ടാണ്? കൈരളി TV വ്യക്തവും സ്ഫുടവും ഈ കൃത്യമായിട്ടുള്ള വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അത് ഇവർക്ക് അരോചകം ഉണ്ടാക്കാൻ, അല്ല ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആ ബുദ്ധിമുട്ടിൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു രാജാവിന്, സ്വയമേ വിശേഷിപ്പിക്കുന്നതാണ് രാജാവ്, നമ്മളാരും പറയില്ല, അവൻ ഇത്ര കുരുപൊട്ടിയത്. അതുകൊണ്ട് തന്നെയും കൈരളിയുടെ അവതാരികയുടെ അടുത്ത് നീ അവിടെ നിന്നാൽ മതി, എടി ബോഡി എന്നൊക്കെ വിളിക്കാൻ നിനക്കൊക്കെ ആരുടെ അധികാരം തന്നത്? സ്ത്രീക്ക് അവർക്ക് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദ അതുപോലും കൊടുക്കാതെ നീ എന്ന പദപ്രയോഗവും നടത്തിയ രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ലോജിക്കും എന്ത് വാല്യൂവും എന്ത് മനുഷ്യത്വമാണുള്ളത്? എന്ത് നേതാവാണോ താനൊക്കെ? ഞാൻ ഒരു പാർട്ടിയുടെയും അടി താങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ പാർട്ടികളും ചെയ്യുന്നത് നല്ലതാണെങ്കിൽ എല്ലാ പാർട്ടികളെയും ഞാൻ അംഗീകരിക്കും, നല്ല പാർട്ടികളെ മാത്രം. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അതേ സ്വരത്തിൽ തന്നെ ഞാൻ പറയുകയും ചെയ്യും. അല്ലാതെ ഇവരുടെ മൂടും താങ്ങി ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന തരത്തിലുള്ള അത്രയോ അടിമ കമ്മിയോ സംഖ്യയോ ഒന്നുമല്ല ഞാൻ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ആരും നോക്കരുത്. അവന്മാർ കാണിക്കുന്ന ശുദ്ധമായിട്ടുള്ള ചെറ്റത്തരവും പോകൃത്തരങ്ങളും എല്ലാം കേരളം എന്നും എതിർക്കും. അത് എതിർത്തുകൊണ്ട് തന്നെ സംസാരിക്കും എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റാണ് ഏറ്റവും ഒരു വിഷയം എന്നാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൈരളി TV ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ്. തിരുമല അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. BJP-യെ വെട്ടിലാക്കുന്നതാണ് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. അത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. വായ്പയെടുത്ത് BJP പ്രവർത്തകർ തിരിച്ചടയ്ക്കാത്തതാണ് സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശങ്ങളുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ പോലീസിനെതിരെയോ CPIM-നെതിരെയോ ഒരു പരാമർശം പോലുമില്ല. ഈ റിപ്പോർട്ടൊന്ന് കാണൂ. തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPIM-ഉം പോലീസുമാണെന്ന് വരുത്തി തീർക്കാനുള്ള BJP-യുടെ ശ്രമത്തിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. താൻ പ്രസിഡന്റായിരിക്കുന്ന ബാങ്കിലെ പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുറിപ്പിൽ പറയുന്നു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും കുറിപ്പിൽ പരാമർശമുണ്ട്. അതായത് BJP പ്രവർത്തകരെ സഹായിച്ചെന്നും വായ്പ തിരിച്ചടയ്ക്കാത്ത ഇവർക്കെതിരെ മറ്റു നടപടികളിലേക്ക് കടന്നില്ലെന്നും അനിൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നു. തിരിച്ചടവിൽ ഉണ്ടായ കാലതാമസം ബാങ്കിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഇതേ തുടർന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആൾക്കാർ വലിയ തോതിൽ സമ്മർദ്ദം നൽകുന്നതായും ഇത് മാനസിക സംഘർഷം തരുന്നുവെന്നും കുറിപ്പിലുണ്ട്. ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്ന് കൊലയ്ക്ക് കൊടുത്തില്ലേയെന്ന് അനിലിന്റെ ഭാര്യ ആശ വീട്ടിലെത്തിയ BJP നേതാക്കളോട് ചോദിച്ചതും BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അനിലിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJP-ക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല, ഞാനത് പിന്നാലെ വ്യക്തമാക്കാം. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇപ്പോഴും അനിൽകുമാറിന്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. BJP-യുടെ കൗൺസിലർ, ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു എന്ന വിവരം പുറത്തു കണ്ടില്ലേ?
ഏറ്റവും കൂടുതൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ ചൊടിപ്പിച്ചതും ഇതുതന്നെയാണ്. അതായത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അതിനെയെല്ലാം ഞങ്ങൾ അംഗീകരിക്കും, കാരണം ഞങ്ങൾ എല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഇവന്മാരുടെ ധാർഷ്ട്യം, അല്ലെങ്കിൽ എന്നാണ് ഇവന്മാർ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം സത്യമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഏതോ ഒരു കാവി കളസവും ഇട്ടുകൊണ്ട് ആരുടെയൊക്കെയോ ആസനവും താങ്ങി നടക്കുന്നൊരു പരിപാടിയാണ് നിങ്ങൾ ഈ കേരളത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിലേ അതിവിടെ നടക്കില്ല രാജീവ് ചന്ദ്രശേഖരെ, അതിവിടെ നടക്കില്ല സുരേഷ് ഗോപി. ഇതൊക്കെ അങ്ങ് നിങ്ങളുടെ യുപിയിലോ ബീഹാറിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ എടുത്തോണം. ഇതൊന്നും കേരളത്തിൽ തുപ്പാൻ ശ്രമിക്കരുത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നെല്ലേതാണ് പതിരേതാണെന്ന് നല്ല രീതിയിൽ അറിയാം. അവർ നല്ലതിനൊപ്പം നിൽക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചാലും എന്ത് വിറപ്പേട് കാണിച്ചാലും അതിനെല്ലാം അംഗീകരിക്കുന്ന ഒരു കൂട്ടമാണ് കേരളത്തിലെ ജനങ്ങളെന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ധാർഷ്ട്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നാലായി മടക്കി കുത്തി മടിക്കുത്തിന് താഴെ വെച്ചോണം. എവിടെ മടിക്കുത്തിന് താഴെ നിങ്ങളുടെ കാവിക്കളസം അണിഞ്ഞുകൊണ്ട് തലയിലും കെട്ടിക്കൊണ്ട് നടക്കുന്ന ചില ഈ പറയുന്ന കുട്ടിസംഖ്യകൾ കാണും. ഈ കുട്ടിസംഖ്യകൾക്കൊപ്പം നിർത്തിക്കോണം നിങ്ങളുടെ ഈ ധാർഷ്ട്യവും നിങ്ങളുടെ ഈ തോന്നിവാസവും ഒക്കെ. അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് എടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ കൈരളി ന്യൂസിലെ അവതാരികയോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നീ അവിടെ നിന്നാൽ മതി, നീ അതിനപ്പുറത്തേക്ക് നിൽക്കണ്ട. നീ ഏത് ചാനലാണെന്ന് ചോദിക്കുമ്പോൾ കൈരളി ന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖരൻ വലിയ രീതിയിൽ കുരുപൊട്ടിക്കൊണ്ട് വലിയ രീതിയിൽ നീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവഹേളിക്കുകയാണ്. ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ആ പേരിൽ വേണമെങ്കിൽ ഈ രാജീവിനെതിരെ കേസ് കൊടുക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ മാധ്യമപ്രവർത്തകല്ല, നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, നീ നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല ശുദ്ധ നുണയാണ്, നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്തൊരു ചാനലാ നുണ പറയുന്ന ചാനല് എന്നോട് കരയും അണ്ണൻ. എന്തിനാണ് ഈ സത്യം പറയുമ്പോൾ ഇങ്ങനെ വിഷമിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ? നിങ്ങൾക്ക് എവിടെയാണ് ഇത്ര കുരു പൊട്ടുന്നത്? എന്തൊരു നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്. വെള്ളിയൊക്കെ വീഴുന്നുണ്ട്, ഭയങ്കര ഇടറുക സൗണ്ടൊക്കെ. വിഷമം കൊണ്ടാണോ? വിഷമം കൊണ്ടല്ല, സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകം കളിക്കുകയാണ്. അടുത്ത നൃത്തം പറയുന്നുണ്ട് അല്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയും ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണെന്ന് അടുത്ത് നിന്ന് വേറൊരാൾ പറയും. ഇതെന്താണിത്? ട്രാൻസ്ലേറ്ററോ? അയാൾ പറയുന്ന മലയാളം, അടുത്തിരിക്കുന്നവരും പറയുന്ന മലയാളം. രാജീവ് ചന്ദ്രശേഖരന് മലയാളം ക്ലിയർ ആയിട്ട് അറിയില്ല, അതുകൊണ്ട് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നതായിരിക്കും. ഇതൊരു കഷ്ടമാണ് ഈ സംഘിക്കുട്ടന്മാരുടെ. ബാക്കി കണ്ടു നോക്കാം. മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നാളല്ലേ നിങ്ങൾക്ക്? പാവം, നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്ത ചാനലാണ്. ഭയങ്കര വിഷമം. കൂടെ ഉള്ളവരുടെ പ്രതിനിധി മരിച്ചതിൻ്റെ വിഷമം. നാണം ഉണ്ടോടോ? ലേശ ഉളുപ്പ്, ഒരല്പം, കുറച്ചെങ്കിലും എവിടെ കാണാനല്ലേ? സ്വന്തം വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ പോലും നന്ദിയില്ലാത്തവന്മാരാണ്. അധികാരമോഹവും ജാതീയതയും വർഗീയതയും മുതൽക്കൂട്ടാക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ വലിയ അക്രമം എന്തെങ്കിലുമൊക്കെ വരാം. എന്ത് തേങ്ങ വന്നാലും നീയൊക്കെ കാണിക്കുന്ന തോന്നിവാസമാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അത് കമ്മ്യൂണിസ്റ്റ് കാണിച്ചാലും കോൺഗ്രസ് കാണിച്ചാലും ആം ആദ്മി കാണിച്ചാലും ഏത് പാർട്ടി കാണിച്ചാലും തന്തയില്ലായ്മയും തോന്നിവാസവും കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ്, തന്തയില്ലായ്മയാണെന്ന് തന്നെ തുറന്നു പറയാനുള്ള ധാർഷ്ട്യം, അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള അവകാശം, തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാമുള്ളൊരു രാജ്യത്തും അല്ലെങ്കിൽ എല്ലാമുള്ളൊരു സംസ്ഥാനത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ധാർഷ്ട്യം, ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ ആ ഒരു അവതാരികയെ നീ എന്ന് വിളിക്കുകയും നിന്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ നിന്റെ കള്ളത്തിലൊക്കെ അവിടെ വെച്ചാൽ മതി, എൻ്റെ അടുത്ത് എടുക്കേണ്ട, നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാണെന്ന് പറയുമ്പോൾ ആരാണ് കള്ളം പറയുന്നതെന്നും ആരാണ് സത്യം പറയുന്നതെന്നും ഉള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. രാജീവേ, നമുക്ക് ബാക്കി ഈ കൈരളി ന്യൂസ് ഇവർക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്, അതിനുശേഷം ഹാഷ്മി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. എല്ലാ മീഡിയയും കൂടി അടിച്ചങ്ങോട്ട് അണ്ണാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ. അപ്പോൾ നമുക്ക് കൈരളി ന്യൂസ് കൊടുത്തിരിക്കുന്ന സ്വന്തം കൂട്ടത്തിലുള്ളൊരു പ്രതിനിധി അല്ലെങ്കിൽ അവതാരികയെ കുറ്റം പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് മറുപടി കൊടുത്ത തക്കതായ ഒരു മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇതിലും വലിയ മുതലാളിമാർ പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ രാജീവ് ചന്ദ്രശേഖർ എന്നത് മാത്രമാണ് പറയാനുള്ളത്. എന്തോ കാണിച്ചു തരാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് കൈരളി എവിടെയും പോകില്ല, ഇവിടെ തന്നെ തുടരും അത്തരം എല്ലാ ഭീഷണികളെയും നേരിടാൻ. കൈരളിയിലെ മാധ്യമപ്രവർത്തകയോട് മോശമായി ആക്രോശം തീർത്ത BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ആ വേല കയ്യിലിരിക്കട്ടെ. മുമ്പിൽ കളസവുമിട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന
താങ്കളുടെ ശമ്പളം പറ്റുന്ന ചാനൽ പ്രവർത്തകരെ താങ്കൾ കണ്ടിട്ടുള്ളൂ. ഇത് കൈരളിയാണ്, വിത്ത് വേറെയാ. അമ്മായിയപ്പന്റെ സാമ്രാജ്യത്തിലെ പണം കണ്ടു വന്നവരല്ല ഞങ്ങൾ. കൊത്തി പുറത്തിൽ കൊത്തേണ്ട ആ തടി പോരാ ഇവിടെ. നിങ്ങളുടെ തലതൊട്ടപ്പൻ അമിത്ഷാ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ? ഏഷ്യാനെറ്റിന്റെ മാധ്യമ മുതലാളി പാലാട്ടി മാധ്യമ പ്രവർത്തനം കൈരളിയോട് വേണ്ട എന്ന് കൂടി ഞങ്ങൾക്ക് കൂടി പറയേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഈ നീ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ മറിച്ചു പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിന് അപ്പുറത്ത് നമുക്ക് പ്രവർത്തിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് തിരിച്ചു മറുപടി അതേ നാണയത്തിൽ കൊടുക്കാതിരുന്നത്. ഇതൊക്കെയാണ് മാസ് മറുപടി എന്നൊക്കെ പറയുന്നത്. ആ കൂട്ടത്തിലുള്ള ഈ കൈരളി ചാനലിലുള്ള എല്ലാവരും മറുപടി കൊടുത്തിട്ടുണ്ട്. രാജീവൻ നീ തീർന്നു, ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ്, നീ മിണ്ടരുത്, നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാ, നിങ്ങൾ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ മെഴുകാൻ നോക്കിയതാ. അവതാരിക നല്ല വീട്ടിൽ പിറന്നതായതുകൊണ്ട് അവതാരിക പോടാന്നൊന്നും വിളിച്ചില്ല. നീയെന്ന് വിളിച്ചപ്പോഴും അവതാരിക നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തൊരു തെറ്റല്ലേ, ആ കത്തിൽ ആത്മഹത്യക്കുറിപ്പിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നല്ല രീതിയിൽ കുരുപൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ കിടന്ന് രോഷം കൊള്ളുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് കൈരളി ചാനലിൽ അവതാരകം പറയുന്നുണ്ട്, അമ്മായിയപ്പൻ്റെ ഈ പറയുന്ന കുത്തകയിൽ നിന്നുണ്ടാക്കിയ ചാനലല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലല്ല, ഈ ആസനം താങ്ങുന്ന ചാനലല്ല, പണപ്പിരിവ് കൊണ്ട് നടത്തിയ ചാനലല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജനൻ ടി വിക്കുള്ളൊരു മറുപടിയാണ്, അല്ലെങ്കിൽ വനൻ ടി വിക്ക് കിട്ടിയ പണിയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ താങ്ങുന്ന ആളുകൾ കാണും. അവരെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ രാജ്യദ്രോഹി LTT വിഭാഗത്തിൽ പെട്ടവനാക്കാനായിട്ട് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, നിങ്ങൾ എന്ത് തരം വർഗീയതയാണ് അല്ലെങ്കിൽ എന്ത് തരം ഒരു സംഭാവനയാണ് കേരളത്തിൽ നൽകാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നതെന്നുള്ളത്. ജാതീയതയും മതസ്പർദ്ധയും കൈക്കൂട്ടാക്കി അല്ലെങ്കിൽ കൈമുതലാക്കിയ ഒരു കൂട്ടം ജനതയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും അല്ലെന്ന് പറയുമോ? ഇല്ല, കാരണം സത്യം അത് തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഹാഷ്മി എപ്പോഴും എല്ലാത്തിനും നല്ല കൃത്യമായുള്ള മറുപടി കൊടുക്കുന്ന ഒരു ഹാഷ്മി, അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വന്തം സഹപ്രവർത്തകർക്കിടയിൽ ഒരാൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് തക്കതായ രീതിയിൽ മറുപടി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് കൂടെ കേട്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഏത് കടുത്ത പ്രതിസന്ധിയിലും ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അത് സംഭവിക്കാറുണ്ട്, സങ്കടകരമാണ്. അത് ചർച്ചക്കെടുക്കൽ അതിലും സങ്കടകരമാണ്. അത് രാഷ്ട്രീയ ചർച്ചയായി മാറലും മാറ്റലും അങ്ങേയറ്റം വേദനയുമാണ്. ആ തലസ്ഥാന നഗരിയിൽ ജനകീയനായ ഒരു നേതാവ്, ഒരു ആത്മാഭിമാനി, ഗതികെട്ട് സ്വന്തം ഓഫീസിൽ കൊലക്കയറെടുത്ത് 10-40 വർഷങ്ങൾ നീണ്ടൊരു സംഘരാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഉയരുന്നത് ജീവന്റെ വിലയുള്ള ചോദ്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നിറഞ്ഞ കണ്ണുനീര് കൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഒരു ചാവു സാക്ഷ്യം കുറിക്കേണ്ടി വരുന്ന അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആറ്റുനോറ്റ് വളർത്തി കണ്ടു കൊതിമാറാത്ത സ്വന്തം മക്കളെ, കുടുംബത്തെ, വേണ്ടപ്പെട്ടതൊക്കെ വേണ്ട എന്ന് വെച്ച് ജീവിതം തീർക്കാൻ തീരുമാനിച്ച ഒരുത്തന്റെ അവസാന അക്ഷരങ്ങൾ അവന്റെ സത്യസാക്ഷ്യമാണ്. കള്ളത്തിന്റെ ലാഞ്ചനയില്ലാതെ അങ്ങനെ ആത്മാവിൽ ജീവരക്തം മണക്കുന്ന ഒരു മരണസാക്ഷ്യത്തിൽ RSSകാരനായി തുടങ്ങി BJPക്കാരനായി അടിത്തട്ട് രാഷ്ട്രീയത്തിൽ 40 വർഷങ്ങൾ ഒരു മനുഷ്യന്റെ വഞ്ചനയിൽ വേദനിച്ച വിലാപങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പ്. ആരോരുമില്ലാത്തവന്റെ നിസ്സഹായത നിലവിളി. അവസാന മണിക്കൂറുകളിലെ അക്ഷരങ്ങളിൽ ആ നേതാവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ആ കൊലയ്ക്ക് കൊടുക്കലിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ കാരണങ്ങൾ അക്ഷരം തെറ്റാതെ വിളിക്കണം. ദയാരഹിത വഞ്ചന. നമ്മുടെ ആളുകളെ സഹായിച്ചതാണ്. ആ വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാതെ ഉരുണ്ടുകളിച്ചതാണ്. ഒറ്റപ്പെട്ടു തോറ്റുപോയതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞടക്കം 2 പെൺമക്കളുടെ അപ്പൻ കൊലക്കയറെടുക്കുന്നതിന് തൊട്ടു മുൻപ് ആത്മഹത്യാക്കുറിപ്പിൽ ഇപ്പോഴുമുണ്ട് സാറേ ജീവന്റെ ഗന്ധം. ആരെങ്കിലും ഒരു കൈ സഹായത്തിനുണ്ടാകുമെന്നൊരു വല്ലാത്ത പ്രത്യാശ. BJP എന്നൊരു വാക്കില്ലല്ലോ. ഈ നമ്മുടെ ആളുകൾ എന്ന് പറയുന്ന ആരാ എന്നൊരു ജിക്സോ പസിൽ കളിക്കുന്ന ലാഘവത്തിൽ ചിരിക്കുന്നൊരു നേതാവ് കേവലം 18ാം വയസ്സിൽ RSSകാരനായി തുടങ്ങി. ഹിന്ദു ഐക്യവേദി അടക്കം സംഘരാഷ്ട്രീയ വഴിയുടെ മാത്രം 4 പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചൊരു അടിത്തട്ടുകാരൻ BJP നേതാവിന്റെ പട്ടടയിലെ തീയടങ്ങും മുൻപ് ചോദ്യം, മുരളീധര മര്യാദകേടാണ്, മനസാക്ഷി വിരുദ്ധമാണ്. എന്നിട്ടും ഇല്ലാ കഥകളും വ്യാജങ്ങളും പറഞ്ഞ് CPMന്റെയും പോലീസിന്റെയും മണ്ടയ്ക്ക മരണം വെച്ചുകെട്ടി ഏതോ ഗൂഢാലോചന ആരോപിച്ച് രാഷ്ട്രീയ മാർച്ച് നടത്താൻ BJPക്കാരെ ഉളുപ്പുണ്ടോ? ചില്ലറ തൊലിക്കെട്ടി മതിയോ? ആ പാർട്ടി അധ്യക്ഷന്റെ പോസ്റ്റിന് ധാർമ്മിക രോഷക്കാർ, ആ മരണത്തിന് കാരണം BJP ആണെന്ന് പറയുന്നവർ CPMോ കോൺഗ്രസോ അല്ല. വോട്ടിന് വേണ്ടി ക്രൈസ്തവ സുഖിപ്പിക്കൽ വിചാരധാര വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന RSSകാർ അടക്കമാണ്. പാർട്ടിക്കാർക്കും നാട്ടുകാർക്കും മൊത്തം അറിയാവുന്ന കാര്യം. മുഖാമുഖം ചോദിച്ചാൽ ആ മെതിയടിയിട്ട മാധവൻ തമ്പി കണക്കെ അധ്യക്ഷൻ രോഷം കൊണ്ടങ്ങ് വിറക്കലാണ്. ഹാലടക്കം വീട്ടിലെ ജോലിക്കാരെന്ന മട്ടിലാണ്. നീ അവിടെ നിൽക്ക് എന്നൊക്കെയാണ് വായിൽ തോന്നിയ പറച്ചിൽ. ഈ ജനാധിപത്യ കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ അത് കേൾക്കാം. അല്ലാതെ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തി അഹങ്കാരത്തിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ മുതലാളിയുടെ ദന്തഗോപുരദാഷ്ട്രമാണെങ്കിൽ വിരട്ട് 4 മടക്കണം. സാറേ രാജാവേ രാജീവ് ചന്ദ്രശേഖര പോയി പണി നോക്ക്. എൻ്റെ പൊന്നെ, മറുപടി എന്ന് പറഞ്ഞാൽ ഇതും അടുത്തൊരു കിട്ടിയ മറുപടി തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് BJPയുടെ അധ്യക്ഷനാണ് ഈ പറയുന്നതെങ്കിൽ അംഗീകരിക്കാം. ഇനി അതല്ല
പണത്തിൻ്റെ ഹുങ്ക് കൊണ്ട് കാണിക്കുന്ന തോന്നിവാസമാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല രാജാവേ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹാഷ്മി ഈ വാർത്ത അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംവാദം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മറുപടി കൊടുത്തതിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇനി പറയാനൊന്നും കാണില്ല. കാരണം മറ്റുള്ള പാർട്ടിയുടെ മേലേക്ക് ഇത് അടിച്ചങ്ങോട്ട് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ വെള്ള പൂശാനായിട്ട് ഇറങ്ങിയതാണ്, വൈറ്റ് വാഷ് എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ആ മരണ വീടാണെന്ന് പോലും ഓർക്കാതെ അവിടെ നിന്നുകൊണ്ട് വലിയ രോഷം പൊട്ടിപ്പുറപ്പെടുവിക്കുകയാണ്. നമ്മളൊരു സിറ്റുവേഷനിൽ തകർന്നു നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരാൾക്ക് നമ്മളെ മുതലെടുക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തകർന്നു നിൽക്കുന്ന ആ കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് കമ്മ്യൂണിസ്റ്റാണ് ഇങ്ങനെ ഈ പരിപാടി ചെയ്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബം അതിനൊപ്പം നിൽക്കും. കാരണം അവരുടെ മാനസികമായിട്ട് അവർ തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്, മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അത് മുതലെടുക്കാനായിട്ട് കയറി ചെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉള്ളിലുള്ള വികാരം, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവനെയൊക്കെ എന്താ പറയേണ്ടത്, ഇതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. എന്ത് തന്നെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ സ്വയമേ രാജാവാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ചിന്താഗതി, അല്ലെങ്കിൽ നീയൊക്കെ രാജാവാണ്, നീയൊക്കെ കഴിഞ്ഞ മറ്റുള്ളവരുള്ളൂ, നീയൊക്കെ ബ്രാഹ്മണ കൂട്ടത്തിൽ പെടുന്നവന്മാരാണെന്ന് സ്വയമേ ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെയും പറഞ്ഞു, അങ്ങ് യു പിയിലോ അങ്ങ് ബീഹാറിലോ അങ്ങ് ഗുജറാത്തിലോ ഒക്കെ ഉള്ള എടുക്കുന്ന നിങ്ങളുടെ ഈ തോന്നിവാസങ്ങൾ അവിടെ തന്നെ എടുക്കുക, അവിടെ തന്നെ വെച്ചേക്കുക. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഇവിടെ ഒരു പാർട്ടിയുണ്ട്, ഇവിടെ ഇടതുപക്ഷ സർക്കാരുണ്ട്, അതേപോലെ തന്നെ വലതുപക്ഷ സർക്കാരുണ്ട്. നല്ല കാര്യങ്ങളും കാരണങ്ങളും കണ്ടെത്തി അതിനെ നടപ്പിലാക്കാൻ കഴിവുള്ളൊരു യുവ ബ്ലഡ്, യുവരക്തങ്ങൾ, അല്ലെങ്കിൽ യുവ നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ളൊരിടത്ത് നിങ്ങളെപ്പോലെയുള്ള ചാണകം തീനികളുടെ ഒരു ചാണകം തുപ്പലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വിഷം തുപ്പലോ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു പാർട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒരു നിയമ സംവിധാന വ്യവസ്ഥയുണ്ട്. അതിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അല്ലാതെ മറ്റുള്ള പാർട്ടിയുടെ മേലേക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊള്ളരുതായ്മകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലുള്ള ഇവരുടെ അരാഷ്ട്രീയപരമായിട്ടുള്ള ഇവരുടെ ഞാനാണ് ഉന്നതകുല ജാതൻ എന്നുള്ള സ്വയമേ വിചാരമുള്ള ആളുകൾക്കെതിരെ ഇനിയും ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഈ ശബ്ദം ഉയരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.